ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ അല്ലേ? ജോലിക്ക് പോകുന്നവർക്കും വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കും ഒക്കെ ഉപകാരമാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോയാണ്. ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ പോലെയാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. രാവിലെ ഒട്ടും സമയം കളയാതെ നമ്മുടെ പണികളൊക്കെ വേഗം തീരാൻ വേണ്ടിയിട്ട് രാവിലെ നേരത്തെ എഴുന്നേൽക്കണം. ഞാൻ 5 മണിയൊക്കെ ആയപ്പം എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. നേരത്തെ എഴുന്നേൽക്കണമെങ്കിൽ രാത്രിയിൽ നേരത്തെ കിടക്കുകയും വേണം, എന്നല്ലേ നമുക്ക് രാവിലെ എഴുന്നേൽക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ വെണ്ടയ്ക്ക കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ തലേ ദിവസം തന്നെ വെണ്ടയ്ക്ക പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. രാത്രിയിൽ ഇതുപോലെ അടുക്കളയിലെ പാത്രം എല്ലാം കഴുകി അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ടു. പിന്നെ തേങ്ങ ചിരണ്ടി വെക്കുകയും പച്ചക്കറികൾ അരിഞ്ഞ് വെക്കാൻ പറ്റുന്നതൊക്കെ അരിഞ്ഞ് വെക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. രാവിലെ വേഗം പണികളൊക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. വെണ്ടയ്ക്ക തലേദിവസം അരിഞ്ഞ് വെക്കാറില്ല. വെണ്ടയ്ക്ക രാവിലെ അരിഞ്ഞ് ഉള്ളിയും പച്ചമുളകും ഒക്കെ കീറിയിട്ട് കുറച്ച് ഉപ്പും തിരുമിയിട്ട് അടുപ്പയിൽ വെള്ളമൊന്നും ഒഴിക്കാതെ എണ്ണ ഒഴിച്ചിട്ട് തുറന്ന് വെച്ച് മെഴുക്കുരട്ടിയാക്കി എടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇത് ഇച്ചിരി വഴുവഴുപ്പ് കൂടുതലുള്ള വെണ്ടയ്ക്കയാണ്. അത് ഇച്ചിരി വെന്തൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്ക് ആ വഴുവഴുപ്പൊക്കെ മാറിക്കിട്ടും. നല്ല രസമുള്ളതാ. ഞാൻ അവയ്ക്ക് കാണിച്ചു കൊടുത്തേട്ടോ. നീ നല്ല പറയുന്നു. കൈമാറ്റേ പച്ചടിക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങായും കടുകും ഒരു നുള്ളു ജീരകവും എരിവുള്ള 2 പച്ചമുളകും എടുത്തേക്കുന്നത്. ഇത് തൈര് ഒഴിച്ചിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. വെള്ളം ഒഴിക്കണ്ട, തൈര് ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. തൈരിൻ്റെ പുളിയൊക്കെ നോക്കിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ അനുസരിച്ച് തൈര് ഒഴിച്ചാൽ മതിയേ. പിന്നെ കടുക് പിന്നെ ലാസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്ന കേട്ടോ ടേസ്റ്റ്. ഞാനിപ്പോൾ ഓർക്കാതെ ഈ ജീരകം ഇട്ട കൂട്ടത്തിൽ തന്നെ തേങ്ങയിലേക്ക് കടുകും കൂടെ അങ്ങ് ഇട്ടുപോയി. ഇനിയിപ്പോൾ എല്ലാം കൂടെ നരച്ചെടുക്കാം. ഇത് വെണ്ടയ്ക്ക പച്ചടിക്കുള്ള അരപ്പാണ്. അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇടുന്നുണ്ട്. ഇഞ്ചി നിർബന്ധമൊന്നുമില്ല, എന്നാലും ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റും മണമൊക്കെയാണ്. ഇനി എല്ലാം കൂടെ കൂട്ടി അരയ്ക്കാം. പിന്നെ വെണ്ടയ്ക്ക മെഴുക്കുരട്ടി വെക്കുമ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല. പിന്നെ ചില ആൾക്കാർ വറ്റൽമുളക് ചതച്ചതും അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ. ഞാൻ ഉള്ളിയും പച്ചമുളകും കീറിയിട്ടാണ് സാധാരണ മെഴുക്കുരട്ടി വെക്കുന്നത്. പിന്നെ പച്ചടിക്കുള്ള വെണ്ടയ്ക്ക മൂത്ത് പോകാത്തത് എടുത്തിട്ട് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. ഇനി അരിഞ്ഞു വെച്ചേക്കുന്ന വെണ്ടയ്ക്കയിൽ കുറച്ച് ഉപ്പ് തിരുമിയിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഫ്രൈ ചെയ്ത് കോരി മാറ്റിയിട്ട് കടുക് വറുത്ത് ലാസ്റ്റ് ഒഴിച്ചാലും മതി. പക്ഷേ 2 രീതിയിൽ ചെയ്താലും ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ കടുക് പൊട്ടിച്ചിട്ട് ഈ വെണ്ടയ്ക്ക വഴറ്റിയെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്. കടുകും കറിവേപ്പില വറ്റൽമുളക് അതൊക്കെ കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഈ വെണ്ടയ്ക്കയുടെ പച്ചനിറം മാറിപ്പോകൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നാൽ മതി. പച്ചനിറത്തോടു കൂടി ഇരിക്കുമ്പോഴാട്ടോ വെണ്ടയ്ക്ക പച്ചടി കാണാനൊരു രസം. ഇപ്പോൾ വെണ്ടയ്ക്ക വെന്ത് വന്നിട്ടുമുണ്ട്, ഫ്രൈ ആയിട്ടുമുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ അരച്ച അരപ്പൊരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഈ വെണ്ടയ്ക്ക വറുത്ത് വെച്ചതും പിന്നെ കടുക് വറുത്തതും എല്ലാം കൂടെ ഒന്നിച്ചാണല്ലോ, എല്ലാം കൂടെ ഒന്നിച്ച് അങ്ങ് ചേർക്കുവാണ്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് അത് വേണമെങ്കിൽ ശകലം കൂടെ ചേർത്ത് കൊടുത്താൽ മതി. തലേദിവസം തന്നെ നമ്മൾ മനസ്സിലൊന്ന് പ്ലാൻ ചെയ്ത് വെക്കണം, എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടത്, എന്നൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. 5 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ എഴുന്നേറ്റാൽ പിന്നെ വേഗം തലേദിവസം പ്ലാൻ ചെയ്ത് വെച്ച പോലെ കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യുക കേട്ടോ ചെയ്യുന്നത്. അന്നേരം എളുപ്പുന്ന പണികളൊക്കെ കഴിയും. പിന്നെ പറ്റാവുന്നത്രയും കാര്യങ്ങൾ രാത്രിയിൽ ഒരു അരമണിക്കൂർ സമയം എടുത്താണെങ്കിലും നമുക്ക് ചെയ്ത് വെക്കുവാണെങ്കിൽ രാവിലെ പണികളൊക്കെ എളുപ്പം ചെയ്യാൻ പറ്റും. എവിടെയെങ്കിലും പോകേണ്ടപ്പോഴോ പിന്നെ പിള്ളേർക്കും ചേട്ടായിക്കും ഒക്കെ ലീവ് ഉള്ളപ്പോഴോ ഒക്കെയാണ് ഞാനിതുപോലെ രാവിലെ 8 മണിയൊക്കെ ആകുമ്പോൾ പണികളൊക്കെ തീർക്കുന്നത്, അവരുടെ കൂടെ ഇരുന്ന് വർത്തമാനം പറയാനൊക്കെ വേണ്ടിയിട്ട്. ഇവിടെ ഇപ്പം ഗ്യാസിലാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പുറത്ത് നമ്മൾ വാടക വീട്ടിലായിരുന്ന സമയത്ത് പാത്രം കഴുകാൻ ഇങ്ങനെ പൈപ്പും വെള്ളവും ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പാത്രമൊക്കെ എടുത്ത് അങ്ങ് കൊല്ലിയിൽ പോയി കഴുകണമായിരുന്നു. പിന്നെ വെള്ളമൊക്കെ അകത്ത് പിടിച്ച് വെക്കണമായിരുന്നു. അടുപ്പിലായിരുന്നു കൂടുതലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എന്നാലും ഞാൻ ആ സമയത്തും 8 മണിയൊക്കെ ആകുമ്പോഴും പണികളൊക്കെ ചെയ്ത് തീർക്കാറുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട്, പഴയ വീഡിയോ ഞാൻ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഇപ്പോൾ വർക്ക് ഏരിയയുടെ പണികളൊന്നും കഴിയാത്തതുകൊണ്ടാണ് അടുപ്പും കാര്യങ്ങളൊന്നും ശരിയാക്കാത്തത്. അടുപ്പിൽ വെച്ചുണ്ടാക്കുന്നതൊക്കെ തന്നെ കേട്ടോ എനിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഗ്യാസിലായതുകൊണ്ട് എളുപ്പം പണികൾ കഴിയും. മുറ്റമടിക്കലൊക്കെ എപ്പോഴും വൈകുന്നേരമാണ് ചെയ്യുന്നത്. കോഴിക്ക് തീറ്റയും പുല്ലും വെള്ളമൊക്കെ കൊടുക്കാൻ ഇറങ്ങുമ്പം ആ കൂടെ മുറ്റം അടിക്കും കേട്ടോ ചെയ്യുന്നത്. പിന്നെ എളുപ്പം പണികളൊക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടി മുട്ട റോസ്റ്റൊക്കെ നമ്മൾ രാവിലത്തെ പലഹാരത്തിൻ്റെ കറിയായിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ മസാലയൊക്കെ നമുക്ക് തലേദിവസം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് മുട്ട രാവിലെ പുഴുങ്ങി ചേർത്താൽ മതി കേട്ടോ. പിന്നെ റവയൊക്കെ വറുത്ത് വെക്കാം, പുട്ടിനുള്ള പൊടിയൊക്കെ നനച്ച് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. അതുപോലെ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴച്ചിട്ട് വേണേലും വെക്കാം, അതല്ലെങ്കിൽ പരത്തിയിട്ടാണേലും വെക്കാം കേട്ടോ. ഇത്രയും നേരം വെയിലൊന്നും ഇല്ലായിരുന്നു. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് വെയിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തുണിയൊക്കെ എടുത്ത് മുറ്റത്തേക്ക് വിരിച്ചിടണം. ഇവിടെ ഉണ്ട് എല്ലാവരും. മാറ്റി നിങ്ങളെപ്പോഴാ പോയേ? തിരക്കുണ്ടായിരുന്നോ? രാവിലെ തിരക്കുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും ആ സമയത്താ പോയല്ലേ? കായാവുന്നുണ്ട് നല്ലോണം. ആയില്ലേ? ഇതിന് നല്ലോണം കിട്ടുന്നുണ്ട്. വെണ്ടയ്ക്ക പറിച്ചിട്ട് ഒരു മുറം കിട്ടി. എന്താ കറിയാക്കി? അമ്മ എന്നെ എടുക്കോടെ? ഉച്ച വരെയല്ലേ ഉള്ളൂ. ആകെ 2-3 മണിക്കൂർ നേരത്തേക്കല്ലേ. പിന്നെ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ മഞ്ഞൾ പൊടിയോ എണ്ണയൊക്കെ തീർന്നു പോയിട്ടുണ്ട്. അതൊക്കെ തലേദിവസം തന്നെ ഞാൻ കുപ്പിയിൽ നിറച്ച് വെക്കും. പിന്നെ നമ്മൾ രാവിലെ പണികളൊക്കെ ചെയ്യുന്ന തിരക്കിൻ്റെ ഇടയ്ക്ക് അതൊക്കെ നിറയ്ക്കാൻ പോകുമ്പോഴും പിന്നെയും സമയം പോകത്തില്ലേ. വൈകുന്നേരം ചേട്ടായി വന്നപ്പോൾ പൊറോട്ടയും സാളനയും ചിക്കൻ ഫ്രൈയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ ചായയൊക്കെ വെച്ച് കുടിച്ചു. തേങ്ങയൊക്കെ പൊട്ടിച്ച് നമ്മൾ ചിരണ്ടി നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞ് എടുക്കുമ്പം ഒരു ടേസ്റ്റ് വ്യത്യാസം വരാറില്ലേ. നമ്മൾ പുട്ടുണ്ടാക്കാനും പിന്നെ പച്ചത്തേങ്ങ അരച്ച കറിക്കൊന്നും അത് എടുക്കാൻ പറ്റത്തില്ലല്ലോ, ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകത്തില്ലേ. അങ്ങനെയുള്ള തേങ്ങയൊക്കെ ഞാൻ പിന്നെ തേങ്ങ വറുത്തരച്ചിട്ടുള്ള കറികൾക്ക് വേണ്ടിയിട്ട് വറുത്ത് സൂക്ഷിച്ച് വെക്കും. ഇങ്ങനെ വറുത്ത് സൂക്ഷിച്ച് വെക്കുമ്പോൾ നമുക്കൊരു 6 മാസം വരെ ഫ്രീസറിൽ വെച്ച് ഉപയോഗിക്കാം കേട്ടോ. ചെറിയ പാക്കറ്റിലാക്കിയിട്ട് വെച്ചാൽ മതി, അല്ലെങ്കിൽ ചെറിയ ചെറിയ പാത്രത്തിലാക്കിയിട്ട് ഓരോ നേരം ഉപയോഗിക്കാനുള്ളത് എടുത്ത് വെച്ചാൽ മതി. ഈ ചീരയൊക്കെ പിന്നെ ഇനിയിപ്പോൾ വേറെ വിത്ത് നടണം. അന്നേരം ഇതൊക്കെ പറിച്ച് കളഞ്ഞതാണ്. ഇത് കോഴിക്ക് തിന്നാനുള്ളതൊക്കെ കോഴി തിന്നു കഴിഞ്ഞിട്ട് ഈ തണ്ടെടുത്ത് കളയണം. സാമ്പാറിനുള്ളതും മസാലക്കറിക്കുള്ളതും എല്ലാം ഒന്നിച്ച് തന്നെ വറക്കാം. പെരിഞ്ജീരകം ഇടാതെ വറുത്താൽ മതി. എന്നിട്ട് മസാലക്കറി നമ്മൾ വെക്കുമ്പം പെരിഞ്ജീരകം പൊടിച്ചതോ അല്ലെങ്കിൽ കുറച്ച് പെരിഞ്ജീരകം ആ തേങ്ങ വറുത്തതിൻ്റെ കൂടെ ചേർത്ത് അരയ്ക്കുകയോ ചെയ്താൽ മതി കേട്ടോ. അല്ലാതെ സാമ്പാറിനാണെങ്കിൽ പിന്നെ പെരിഞ്ജീരകം ഒന്നും വേണ്ടല്ലോ. ഒരു ജീവി കുത്തുന്നുണ്ടല്ലോ അതിന്. അപ്പോൾ മുകളിലേക്ക് കയറി പറിക്കാനോ ചേട്ടയെ പറിക്കുമോ? ഞാൻ കാണിച്ചു തരാം എവിടെയാണ് ഉള്ളതെന്ന്. ഈ കാടിൻ്റെ ഇടയ്ക്കൊന്നും കാണത്തില്ല. രാവിലെ പണികളൊക്കെ നേരത്തെ കഴിഞ്ഞു. പിന്നെ വൈകുന്നേരം ചേട്ടൻ ഇന്നിപ്പോൾ ജോലി കഴിഞ്ഞ് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് മുറ്റത്ത് കുറച്ച് കാട് പറിക്കലും ചെടികളൊക്കെ നന്നാക്കലും ഒക്കെ ആയിട്ട് കുറച്ച് പണികളൊക്കെ ചെയ്തു. പോത്തിനെ ഓടിക്കും അല്ലേ ചേട്ടാ? ഇതിന് കമ്പ് നാട്ടിക്കൊടുത്തു. ഇത് ശരിക്കും മരത്തെ കയറ്റി വിടുവാണ് നല്ലോണം ഇത് കായ്ക്കല്ലേ ചേട്ടേ? ഇനിയിപ്പോൾ മുറ്റം അടിക്കണം, ചെടിക്കും പച്ചക്കറിക്കൊക്കെ വെള്ളം ഒഴിക്കുകയും പിന്നെ കുളിക്കുകയൊക്കെ വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.